എങ്ങനെ ഇവിടെ കേറും? അതിന് വഴിയുണ്ട്. നിന്റെ അച്ഛൻ സൗകര്യത്തിന് തടിയാരി വെച്ചിരിക്കല്ലേ. സൂക്ഷിച്ച് ആ കൈ ഇങ്ങ് തന്നെ. മുറുകെ പിടിക്കണേ. കീഴോട്ട് വലിക്കല്ലേ. നമ്മളെല്ലാരും കൂടെ താഴോട്ട് നോക്കി നിൽക്കാതെ പിടി. അയ്യോ താഴെ പതുക്കെ. എങ്ങനെ ഇരിക്കുന്നില്ലേ ഇതിന്റെ മോളുടെ സാമർഥ്യം? ഇപ്പൊ മാത്രം എന്റെ മോളായി. ശരി, അത്രത്തോളം കടത്തി പറയണ്ട കേട്ടോ. അല്ല രാജേന്ദ്ര, ഇത്ര ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? താഴെ വന്ന് ബെല്ലടിച്ചെങ്കിൽ ഞാൻ ഞാൻ ചുമ്മാ രാത്രി നേരം വെളുത്തിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ തൽക്കാലം പൊക്കോ. ഇനി അതിനെ പോണ്ട. താഴെ വാതിൽ ഞാൻ നിന്നെ അവിടെ കൊണ്ടുവന്ന് വിടാം. എന്റെ ചെരുപ്പ് താഴെ കിടക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാടി ഇവിടെ. പരിഭ്രമത്തിനിടയിൽ അവന്റെ കൈ വഴുതി പോയിരുന്നെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? മാധവമേനോന്റെ മകൻ വീണ് നടുവടിഞ്ഞ് ഭാസ്കരമേനോന്റെ മുറ്റത്ത് കിടക്കും. അങ്ങയുടെ ബംഗ്ലാവിൽ വന്ന് അവന് ചെയ്തു കളഞ്ഞല്ലോ, അതും രാത്രിയില്. പിന്നെ പകൽ വന്നാൽ ചെയ്യാൻ നോക്കൂ. എടേ, നിന്റെ ആ തലർച്ച സന്ദേശം കിട്ടി വിളി. വേണ്ട വേണ്ട, ഇനി വിളിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ട് എന്താ പ്രയോജനം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാട്ടെ. ചെയ്യാനൊന്നേ ഉള്ളൂ. പെണ്ണിന് ഇഷ്ടം, ചെറുക്കന് ഇഷ്ടം, പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, നിങ്ങൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ കല്യാണം ഒക്കെ നടത്തണം. അങ്ങിത് കാര്യമായിട്ട് തന്നെ പറയാണോ? കല്യാണം കളിയല്ല എന്ന് കേട്ടിട്ടില്ലേ? കാര്യമായിട്ട് തന്നെയാണ്. എന്നാലും ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ കുടുംബങ്ങൾ രണ്ടും തമ്മിൽ ഇങ്ങനൊരു ബന്ധം കൂടെ വേണമെന്നായിരിക്കും ദൈവനിശ്ചയം. നടന്നോട്ടെ. അവന്റെ ചേട്ടനും പെങ്ങളും നിൽക്കുന്നു. അവരുടെ കല്യാണം കഴിയാതെ. അയ്യോ, ഞാൻ കയ്യോടെ കല്യാണം നടത്താൻ വന്നവനല്ല. കല്യാണം ഉറപ്പിച്ചു വെക്കുക, സമയവും സൗകര്യം പോലെ നടത്തുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. രാധയുടെ വിവാഹം കഴിയുന്നതും വേഗത്തിൽ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് ബാക്കി പറയണ്ട. സമ്മതം, സന്തോഷം. തിരുമേനിയെ വന്നൊന്ന് കണ്ട് നന്ദി പറയണമെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. എന്തായാലും വന്നൂല്ലോ, സന്തോഷായി. ഒരു ചെറിയ തുക കടം വാങ്ങിയതിനാ ശങ്കരൻ ആ സ്ഥലം ഞാൻ കടപ്പെടുത്തിയത്. ഇടപാട് തീർത്ത് നിങ്ങൾ ആ സ്ഥലം വാങ്ങിയില്ലായിരുന്നെങ്കിൽ പലിശയ്ക്ക് പലിശ കണക്കുകൂട്ടി ശങ്കരൻ ഈ തറവാട് തന്നെ ജപ്തി ചെയ്യിക്കുമായിരുന്നു. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി? ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടായിരുന്നു. ഓ, എന്നാ വേഗം പോയി കണ്ടോളൂ. മാധവമേനോനെ നോൻ പ്രത്യേകം അന്വേഷിച്ചായി പറഞ്ഞോളൂ. ശരി തിരുമേനി. കുട്ടി, ഇവിടെ വരൂ. ആരെ കാണാൻ അവിടെ നിന്നേ? അത് അത് എല്ലാം എനിക്കറിയാം. പലപ്പോഴും ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ധൈര്യം പോരാതെ പോയി. എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ടായില്ലല്ലോ. പെൺകുട്ടികൾക്ക് ബുദ്ധിയില്ലാതെ വന്നാൽ ശിക്ഷ കിട്ടുന്നത് തറവാടുകൾക്കാണ്. ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ ഇന്ദുവിനിത് തോന്നിയത് കഷ്ടകാലം കൊണ്ടാവാം. എനിക്ക് ഇന്ദുവിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹം അവളുടെയും ഈ കോലോത്തിന്റെയും നാശത്തിനാണെന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇന്ദുവിനെ വിവാഹം ചെയ്തോളാം. നടക്കാത്ത കാര്യം. കുട്ടി മേലാൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞുകൂടല്ലോ. എന്നാലും ഇന്ദുവിനെ കാണാൻ വേണ്ടി ഇവിടെ വരരുത്. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിന് വേണ്ടി കൊതിക്കരുതെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടി പൊയ്ക്കുള്ളൂ.
എന്തിനാ വേണ്ട വെറുതെ വായിച്ച് തല ഉണ്ടാക്കുന്നത്? നീ പരീക്ഷ ഒന്നും എഴുതാൻ പോകുന്നില്ല. അതെന്താ? അച്ഛൻ നിനക്കൊരു ചെറുക്കനെ അന്വേഷിക്കുക. എന്റെ കല്യാണത്തിനാണെങ്കിൽ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. എന്താ കാര്യം? എനിക്ക് കല്യാണം വേണ്ട, അത് തന്നെ കാര്യം. എടി പെണ്ണെ, വെറുതെ അച്ഛനെ നേരത്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കി വെക്കരുത്, പറഞ്ഞേക്കാം. എന്തോന്ന് കുഴപ്പം? അച്ഛൻ എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എന്റെ കല്യാണം നടത്താൻ പറ്റില്ല. ഈ ജീവിതത്തിൽ എനിക്ക് കല്യാണമേ വേണ്ട. രാധ അങ്ങനെ പറഞ്ഞു ചേട്ടാ. ഈ ജീവിതത്തിൽ അവൾക്ക് കല്യാണമേ വേണ്ടത്. വേണമെങ്കിൽ വേണ്ട, വേണമെന്ന് തോന്നുമ്പോ അവള് തന്നെ ഒന്ന് പറയട്ടെ. അയ്യോ, അങ്ങനെ തീരുമാനിച്ച എന്റെ കാര്യം അവതാളത്തിലായി പോവും. ചേട്ടൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കണം. എന്റെ പൊന്നേട്ടനല്ലേ, പ്ലീസ്. ശരി. ചേട്ടനല്ല, അച്ഛനല്ല, ആര് തന്നെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകുമെന്ന് കരുതണ്ട. അച്ഛൻ കല്യാണം അങ്ങ് തീരുമാനിച്ചാലോ? തീരുമാനിക്കത്തേ ഉള്ളൂ, പക്ഷെ നടക്കത്തില്ല. ചേട്ടാ, ഇവള് കുഴയ്ക്കുന്നല്ലോ. അപ്പോഴേ രാധേ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ചോദിക്കേ. പറ രാധ മോളെ, ആ കല്യാണം ഞങ്ങൾ നടത്തിത്തരാം. ആരാ ആള്? എന്നോട് മിണ്ടിയ നിങ്ങൾ എല്ലൊടിക്കുമെന്ന് പറഞ്ഞ ആള് തന്നെ. ആര്, ഗോകുമാറോ? അതെ. ചതിച്ചല്ലോ ദൈവമേ. നീ വെള്ളാതടാ, ഞാൻ പറയുന്ന കേക്ക്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാം. ഏറ്റോ? ഏറ്റു. കൊള്ളാവുന്ന ബന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ആരുടെ കൂടി ആയാലും രാധ സന്തോഷമായിട്ട് കഴിയുന്നത് കണ്ടാൽ മതി. ഏതായാലും ഗോപകുമാരൻ നിങ്ങളൊന്ന് വിളിച്ചോണ്ട് വരൂ. ശരി അച്ഛാ. മഞ്ചൽ എന്നെ എന്തെങ്കിലും ചെയ്താ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കും, ആളുകൾ ഓടിക്കൂടും. നിങ്ങളുടെ പെങ്ങക്ക എന്റെ നാണക്കേട്. എന്തായാലും രണ്ടിലും തീരുമാനിച്ചിട്ടേ ഇന്ന് പോകുന്നുള്ളൂ. എന്റെ കടപ്പാട്ടൂരപ്പനാണ്. അന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ രാധയെ സ്മരിച്ചിട്ട് പോലുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നുണയാണ്. നിന്നെ എവളെയും കൂടി കൂട്ടി നിർത്തി ചോദ്യം ചെയ്താലേ നീ സത്യം പറയും. വാ. അയ്യോ, അത് വേണോ? ഗോകുമാരനും രാധയ്ക്കും താല്പര്യമായതുകൊണ്ട് ഈ വിവാഹം നടത്തിത്തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് നിങ്ങളുടെ ഇഷ്ടം. അതെ, കല്യാണത്തിന് ഞങ്ങൾ എന്താ തരേണ്ടത്? പെണ്ണിനെ തരണം. മിസ്റ്റർ മേനോൻ, പയ്യനൽപ്പം ഇടയുന്ന കൂട്ടത്തിലാണല്ലോ. പൊന്നും പണവും എന്തുമാത്രം തരണമെന്നാ അദ്ദേഹം ചോദിച്ചത്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു ജോലിയുണ്ട്, ഒരു ചെറിയ കുടുംബത്തിന് കഴിഞ്ഞുകൂടാനുള്ള ശമ്പളവും ഉണ്ട്. ഭാര്യയുടെ സ്വത്ത് കൊണ്ട് എനിക്ക് ജീവിക്കണ്ട. എടുക്കാൻ അന്തസ്സുള്ളത് ആമ്പിള്ളേരായാൽ ഇങ്ങനെ വേണം. എനിക്ക് ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് രാധ എന്നോടൊന്നിച്ച് എന്റെ വീട്ടിൽ താമസിക്കണം. അത് വേണോ? ഇവിടെ കഴിയാമല്ലോ. എന്റെ കുഞ്ഞുങ്ങൾ മരണം വരെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ക്ഷമിക്കുക, വാടക വീടാണെങ്കിലും എന്റെ ഭാര്യ എന്റെ കൂടെ അവിടെ ഉണ്ടായിരിക്കണം. മിസ്റ്റർ മേനോൻ, അതാണ് എന്റെ ശരി. എങ്കിൽ പിന്നെ വിവാഹത്തിന് എന്റെ ഭാഗത്തുനിന്ന് തടസ്സമൊന്നുമില്ല. എന്നാൽ ഈ വിവാഹം മംഗളമായി തന്നെ നടക്കട്ടെ. എന്താ ഇത്? ഇതാണ് കയർ. ഇതൊരു കട്ടിൽ, ഇതൊരു കട്ടിൽ. ഈ കട്ടിൽ നീ കിടക്കും, ഈ കട്ടിൽ ഞാൻ കിടക്കും. എന്നിട്ട് മുഖത്തോട് മുഖം നോക്കി നമ്മൾ കിടന്ന് ഉറങ്ങണം. കയറ് കിടന്ന് അപ്പുറത്തേക്ക് ഞാനോ ഇപ്പുറത്തേക്ക് നീയോ വരാൻ പാടില്ല. അത് കൊള്ളാം. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കല്യാണം കഴിച്ച എന്തിനാ? അത് എന്താ ചേട്ടാ? സ്പർശിക്കരുത്. കല്യാണം കഴിച്ചെന്ന് വെച്ച് ഞാൻ എന്റെ ശപഥം മറക്കില്ല. എന്റെ രാധയെ ഞാൻ ഏഷ്യാഡിന് കൊണ്ടുപോകും. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും സ്വർണ്ണ മെഡൽ വാങ്ങിക്കുന്നത് കണ്ട് ഞാൻ കണ്ണീരൊഴുക്കും, ആനന്ദ കണ്ണീർ. അതുവരെ നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധം പാടില്ല. അതിനാണ് ഈ കയർ. അങ്ങനെയാണെങ്കിൽ ഈ കയർ ഞാൻ പൊട്ടിക്കും. അങ്ങനെ ഒന്നും പൊട്ടില്ല മോളെ. നാളെ രാവിലെ പ്രാക്ടീസ് തുടങ്ങാനുള്ളതാണ്. കിടന്നുറങ്ങ്. എന്താ എഴുതിയിരിക്കുന്നത്? സ്ഥലം മാറ്റത്തിനുള്ള ഓർഡറാണ്, പ്രമോഷനോടുകൂടി. എങ്ങോട്ടാ? കോഴിക്കോട്ടേക്ക്. ഈ കോഴിക്കോടെന്ന് പറയുന്ന കടലിനക്കരയൊന്നുമല്ല. പിന്നെ എന്തിനെല്ലാരും ഇത്രയേറെ ദുഃഖിക്കുന്നു? അവർ പോയിട്ട് വരട്ടെ, സന്തോഷമായിട്ട് യാത്ര അയക്കണം. അവിടെ ചെന്നാൽ ഉടനെ
എല്ലാ വിവരങ്ങൾക്കും കത്തെഴുതണം. അയക്കാം. മോളെ. അമ്മേ, മോളെ, അമ്മേ. വല്യേട്ടാ, പൊട്ടോ. കൊച്ചേട്ടാ, ഈ കൊച്ചുങ്ങളെ പോലെ ഇങ്ങനെ കരഞ്ഞാലോ? അവളെ അവന് ജീവന. രാഘാലത്തിന് മുമ്പേ യാത്രയാകട്ടെ. ഈ വീട്ടിൽ ഒരു പെണ്ണുണ്ടായിരുന്നു, പോയി. അതിന് പകരം എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് പോരെ. നമുക്ക് അതിനെ കുറിച്ചൊന്ന് ആലോചിക്കണ്ടേ? അത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമല്ലേ. അതുപോരാ, ഇനിയും അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കല്യാണം ഉടനെ നടത്തണം. അതിപ്പോ ചേട്ടൻ നിൽക്കുമ്പോ അനിയൻ കല്യാണം ചെയ്യുന്നത് ശരിയാണോ? എങ്കിൽ ചേട്ടന്റെ കല്യാണം നടത്ത്. വെറുതെ ഇങ്ങനെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? പലയിടത്തും വല്ല സ്നേഹമോ പ്രേമമോ ഉണ്ടോന്ന് ചോദിക്കാമായിരുന്നല്ലോ. ബാലചന്ദ്രനോ? അവൻ അനുജനെ പോലൊന്നുമല്ല, നല്ല അനുസരണയുള്ളവനാ. അയ്യോ, അബദ്ധം പറയരുത്. അനുസരണ വേറെ, പ്രേമം വേറെ. ഏതായാലും നമുക്ക് ഉടനെ അവനൊരു പെണ്ണിനെ കാണണം. എന്നിട്ട് ചേട്ടന്റെയും അനിയന്റെയും കല്യാണം ഒരുമിച്ച് ഒരേ ദിവസം തന്നെ നടത്തിയേക്കാം. എന്താ? എന്താ? അതാ നല്ലത്. വിടറാ. അങ്ങനെ ഇപ്പൊ വലിക്കട്ടെ. ഒരു സീറ്റ് വലിക്കാൻ പോലും വിടില്ലെന്ന് പറഞ്ഞ എവിടെ ഇരുന്നേ? ചെയ്യൂന്ന് പറ. ഇനി നമ്മളെ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തുന്നു. അതാണ് കോടതി വിധി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കല്യാണം നടക്കാൻ പോകണില്ല. അങ്ങനെ പറയാൻ ഞാൻ വെള്ളത്തിലായി പോയി ചേട്ടാ. എനിക്ക് കല്യാണം വേണ്ട, നീ വേണം കെട്ടിക്കോ. ഒരു അടിവെച്ചാൽ വർത്താനം പറയല്ല കേട്ടോ. ചേട്ടൻ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇന്ന് വരെയില്ല. എങ്കിൽ എവിടെയെങ്കിലും കയറി ഒരു പെണ്ണിനെ പ്രേമിക്കേ. സംഗതി ഞാൻ ഫിറ്റ് ചെയ്ത് തരാം. കല്യാണം വേണ്ടാത്ത എനിക്ക് എന്തിനാടാ പെണ്ണ്? നീ സൈഡ് എടുത്ത് വെക്കോ. അതിന് ട്രാഫിക് പോലീസ് സമ്മതിച്ചിട്ട് വേണ്ടേ? ആൺ പോലീസും പെൺ പോലീസും ഉണ്ട്, അച്ഛനും അമ്മയും. എങ്കിൽ നീ എന്നും ഇങ്ങനെ സൈഡിൽ വെച്ച് പിന്നെ കിടക്കത്തേ ഉള്ളൂ, കല്യാണം നടക്കത്തില്ല. കുഴഞ്ഞല്ലോ ദൈവമേ. ഇനി ഈ സന്യാസിയെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക് എന്താ വഴി? ഭക്തേ, ഈ ദേവനെ തീരെ ഗവനിക്കാതെ പോവാണ്. ഒന്ന് തൊഴിഞ്ഞിട്ടെങ്കിലും പോ. ദേവന്മാരിരിക്കേണ്ടതേ അമ്പലത്തിനകത്താ. ഞാൻ ചുറ്റമ്പലത്തിനകത്താണല്ലോ. ഈ ദേവനിപ്പോ എന്ത് വേണം? ഇവിടെ വെച്ച് പ്രസാദമല്ലാതെ ചോദിക്കാൻ പറ്റുമോ? തൊട്ടോളൂ. സ്നേഹമുണ്ടെങ്കിൽ തൊടിയിച്ചതാ. സത്യത്തിൽ നീ കണ്ടത് ബാലചന്ദ്രനെ തന്നെ ആയിരുന്നു? അത് കൊള്ളാം. നമ്മുടെ മോനെ കണ്ടാൽ എനിക്കറിയത്തില്ലേ? എനിക്കത് വിശ്വസിക്കാൻ ഒക്കുന്നില്ലല്ലോ ലക്ഷ്മി. ആദ്യം എനിക്കും വിശ്വാസമായില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ സംശയം തീർന്നത്. ബാലേന്ദ്ര, നീ എവിടെ പോയിരുന്നു? ഞാൻ വർഷാപ്പിൽ നിന്ന് വരിക. നീ അമ്പലത്തിൽ പോയിരുന്നു? ഇല്ല, ഞാനങ്ങനെ അമ്പലത്തിൽ പോകാറില്ലല്ലോ. പിന്നെ നിന്റെ നെറ്റിയിൽ എവിടെ നിന്നായി ചന്ദനക്കുറി? ചന്ദനം തുടച്ചു കളയാം, പക്ഷെ അത് തൊടിയിക്കുന്നത് നിന്റെ അമ്മ കണ്ടുപോയില്ലേ? അതിനെന്താ ഒരു പരിഹാരം? ഡാ, നീ എങ്ങോട്ടാ ഓടുന്നത്? ഇങ്ങോട്ട് വാ. എടാ, ആ കോലത്തെ പെണ്ണും നീയുമായിട്ട് എന്താ? ഷെടാ, ഇത് നല്ല ചോദ്യം. അവര് തമ്മിൽ സ്നേഹമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണോ? ഇത് വെറും സ്നേഹമാണോ അതോ കല്യാണം ചെയ്യണമെന്നുള്ള താല്പര്യമാണോ? അത് നടക്കില്ല അച്ഛാ. അതെന്താ? ആ കോലവുമാണെങ്കിൽ ആകെ നശിച്ചു കിടക്കുകയാണ്. അച്ഛന്റെ ഇന്നത്തെ നിലയ്ക്ക് ഭയരപ്പാളി. എടാ, നിന്റെ തന്തയെന്ന് പറയുന്നത് ഞാനേ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. അറിയാവിടെ എനക്ക്? കോലോത്തി ഒന്ന് പെണ്ണി ചോദിക്കാൻ അന്നും ഇന്നും എനിക്ക് അർഹതയില്ല.
എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. തിരുമേനി സമ്മതിച്ചാൽ നിന്റെ ഭാഗ്യം. ഇന്ദുവിന് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല. അപ്പൊ പിന്നെ സമ്മതത്തിന്റെ കാര്യം പറയണോ? എന്നാലും ഒരു തരി പൊന്നെങ്കിലും. ആ കാര്യത്തിൽ തിരുമേനി വിഷമിക്കണ്ട. കല്യാണം സംബന്ധിച്ചുള്ള എല്ലാ ചിലവുകളും ഞാൻ ഏൽക്കുന്നു. എനിക്ക് തിരുമേനിയുടെ സമ്മതം മാത്രം മതി. വേണ്ടേ, ഇത് ഈശ്വര നിശ്ചയമാ. അപ്പോ അത് മംഗളായി അങ്ങടങ്ങ് നടക്കട്ടെ. കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ല. നിങ്ങളുടെ രണ്ടു കുടുംബവും എന്നും സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി കഴിയണം. ഇന്നു മുതൽ ഞാനും അച്ഛനും പഴയ വീട്ടിൽ കഴിഞ്ഞോളാം. അതെന്തിനാ അമ്മേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാം. വേണ്ട മോനെ, നമ്മൾ ഈ നാട്ടിൽ ആദ്യം വന്നപ്പോ താമസിച്ചത് ആ വീട്ടില്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. മുകളിലത്തെ നില രാജന്, താഴത്തെ നില ബാലന്. ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ഇനി പൊക്കോളൂ. പാവം, നല്ല ഉറക്കം. ലക്ഷ്മി, ഉം. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ നേര് പറയുമോ? എന്താ? നമ്മുടെ കല്യാണം കഴിഞ്ഞ ആ ദിവസം നിനക്കിപ്പോ ഓർമ്മ വരുന്നില്ലേ? എന്ത് ചോദ്യമായത്? നാണമില്ലല്ലോ. നാണമോ? ഇനിയോ? എന്തിന്? Thank you.